അങ്ങനെ 2025 മഴക്കാലവും ഇങ്ങ് വന്നെത്തി അല്ലേ? മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ മഴ നല്ല രീതിയിൽ തന്നെ ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ പുഴകളും നദികളും എല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലായിലെ റിവർ വ്യൂ റോഡിന്റെ സൈഡിൽ നിന്നുമുള്ള നമ്മുടെ മീനച്ചിലാറിന്റെ നിറഞ്ഞു കവിഞ്ഞു വരുന്ന കുറച്ച് ദൃശ്യങ്ങളാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പാലാ മീനച്ചിലാർ പാലാ നഗരത്തെ സ്പർശിക്കുവാൻ ഇനി ഏതാനും അടികൾ കൂടി മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 2-3 അടി വെള്ളം കൂടി മീനച്ചിലാറിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മീനച്ചിലാർ കരകവിഞ്ഞ് പാലാ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഇത്തവണത്തെ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മഴയും വെള്ളം വരവും ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വളരെ ശക്തമായ ഒഴുക്ക് മീനച്ചിലാറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ആരും തന്നെ മീനച്ചിലാറ്റിൽ ഇറങ്ങുകയോ അതുപോലെ തന്നെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുകയോ അല്ലെങ്കിൽ മറ്റ് വിനോദ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയോ കുളിക്കാനായി ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് അറിയിപ്പുള്ളത്. മീനച്ചിലാറിന്റെ തീരത്ത് താമസിക്കുന്ന എല്ലാവരും തന്നെ സുരക്ഷിതരായിരിക്കുക, അതുപോലെ തന്നെ കരുതിയിരിക്കുക. മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യമില്ലാത്ത യാത്രകളെല്ലാം പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വഴികളിൽ കൂടി, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത വഴികളിൽ കൂടി ഒരു കാരണവശാലും വാഹനം ഓടിക്കാതിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ പാലായില നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പം 1 മണിക്കൂർ മുമ്പ് ഇവിടുത്തെ വാട്ടർ ലെവൽ 17 ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ആ വാട്ടർ ലെവൽ 18നോട് അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതായത് അതിന്റെ അർത്ഥം വെള്ളം വരുന്നുണ്ട്, നല്ല ശക്തമായ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. മീനച്ചിലാറ്റിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മീനച്ചിലാറ്റിന്റെ പരിസരത്തുള്ളവരും അതുപോലെ തന്നെ മീനച്ചിലാറ്റിൽ കുളിക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനോ ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം കൂടുതലായിട്ടും കരുതിയിരിക്കുക. അനാവശ്യമായിട്ടുള്ള സാഹസത്തിനൊന്നും ഒരു കാരണവശാലും മുതിരരുത്. സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റിനോ കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾ ഈ മഴക്കാലത്ത് ഇറങ്ങാതിരിക്കുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലാ ഈരാറ്റുപേട്ട റോഡിലെ പാലായ്ക്കടുത്തുള്ള ചെത്തിമറ്റത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ച ഒരു അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും റിസ്ക് എടുത്ത് കുറച്ച് ബസ്സുകാരും അതുപോലെ തന്നെ ജീപ്പുകാരൊക്കെ വരുന്നുണ്ട്. മറ്റു വാഹനങ്ങളെല്ലാം അവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
നമ്മളിപ്പോൾ പറഞ്ഞ ചെത്തിമറ്റം റൂട്ടിൽ നമ്മൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ചെന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ബസ് അല്ലെങ്കിൽ ജീപ്പ് ഇതൊക്കെ കടത്തി വിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 3:15 കൂടി ഗതാഗതം പൂർണ്ണമായിട്ടും പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടു ഒരു ബസ്സിൻ്റെ ഏകദേശം പകുതിയോളം വിശം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തൊരവസ്ഥയിലാണ്. പാലായെ സംബന്ധിച്ചിടത്തോളം പാലായിൽ മീനച്ചിലാർ നിറഞ്ഞ ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാല ഈരാറ്റുപേട്ട റോഡിലെ പനയ്ക്കപ്പാലം, അതുപോലെ ചെത്തിമറ്റം എന്നിങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങൾ. അപ്പം അവിടേക്ക് അത്യാവശ്യം നല്ല തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പാല ഈരാറ്റുപേട്ട റോഡ് ഈ ഭാഗത്ത് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പാലക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വെള്ളപ്പൊക്കവും ആഘോഷങ്ങളാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അടുത്ത ക്ലിപ്പിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നടുറോട്ടിൽ വെള്ളം കയറി റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ റോഡിൽ നിന്നുകൊണ്ട് ബൈക്ക് കഴുകാൻ വന്ന ഈ ചേട്ടനല്ലേ യഥാർത്ഥത്തിൽ ഹീറോ. എങ്ങോട്ടും പോകാനാവാതെ റോഡിന്റെ ഇരുവശത്തും നിസ്സഹായരായി കിടക്കുന്ന യാത്രക്കാർക്ക് മുമ്പിൽ തികച്ചും നിഷ്കളങ്കമായ മനസ്സോടെ വന്ന് എന്തായാലും ഈ വെള്ളം കെട്ടിക്കിടക്കുക, ഇങ്ങനെയെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ എന്നുള്ള നിഷ്കളങ്കമായ ചിന്താരീതിയോടെ ഈ ബൈക്ക് കഴുകിയ ചേട്ടനാണ് യഥാർത്ഥ ഹീറോയിസം കാണിച്ചത്. എല്ലാവരും അവിടെ ചുമ്മാ നോക്കി നിന്നപ്പോ പുല്ല് ലാഭിച്ചതുണ്ടല്ലോ, 500 രൂപയുടെ ഒരു വാട്ടർ സർവീസ് ആണേ, അത് നമ്മൾ മറക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പാലാ മീനച്ചിലാറിലെ വാട്ടർ ലെവൽ ഏകദേശം 12 മണിക്ക് 17 ആയിരുന്നു എങ്കിൽ നമ്മളിപ്പോൾ 1:30 ആയപ്പോൾ കണ്ടു അത് 18 അടുത്തെത്തി. പക്ഷെ ഇപ്പോൾ സമയം 4:15 ആയി. അപ്പോൾ ഇപ്പോഴത്തെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ 18 പൂർത്തിയായി കേട്ടോ. 18 പൂർത്തിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ചേർപ്പങ്കൽ മാർസ്ലീവ ഫൊറോന പള്ളി. മാർസ്ലീവ ഫൊറോന പള്ളിയുടെ മൈതാനത്ത് നിന്നും പാലാ മീനച്ചിലാറിനെ നമുക്ക് നോക്കിക്കാണാം. പള്ളി മൈതാനത്തിലേക്ക് മീനച്ചിലാർ ഒഴുകി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മഴ കനത്ത രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ പള്ളിമുറ്റത്ത് അധികം താമസിക്കാതെ തന്നെ വെള്ളം കയറുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ മഴക്കാലത്തെ മനോഹരമായ കാഴ്ചകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. Yeah.